ഇതാണ് ഹാരിയർ ഇവിയുടെ പ്രോഡക്റ്റ് ഇമേജ്. ഇതേ സീൻ 4 വർഷം മുമ്പ് 2020 തന്നെ വിടാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയതാണ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ. കമ്മിങ് ബാക്ക് ടു ഹാരിയർ ഇവി, പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്തത് കേരളത്തിലെ സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഫഹദ് ഭായ് ആണ് അത് ഓടിച്ചിരിക്കുന്നത് കേട്ടോ. വൈറൽ ആയിട്ടുള്ള വീഡിയോ. അതുപോലെ തന്നെ വിഷ്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാരിയർ ഇവിക്ക് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. 19-inch വീൽസ് ഒക്കെ ആയിട്ട് ഒരു ഇവി ടച്ച് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ടെക്കും ഫീച്ചേഴ്സും അടിച്ച് കയറ്റിയിട്ടുണ്ട്. പുതിയ പ്ലാറ്റ്ഫോമാണ്. ഓൾ വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവിൽ വരുന്നുണ്ട്. BE06 ലോഞ്ചിന് ശേഷമാണ് റിയർ വീൽ ഡ്രൈവ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കുഡോസ് ടു ടാറ്റാസ് മോട്ടോഴ്സ് എന്ന് തന്നെ പറയണം. ഡുവൽ മോട്ടോർ സെറ്റപ്പ് ആണ്. ടോട്ടൽ 390 bhp പവർ വരുന്നുണ്ട്. 504 Nm ഓഫ് ടോർക്കാണ് വരുന്നത്. 100 km/h ആക്സിലറേഷൻ വെറും 6.3 സെക്കൻഡിലാണ് വരുന്നത് ബൂസ്റ്റ് മോഡോട് കൂടിയിട്ട്. 65 kWh ബാറ്ററി പാക്കും 75 kWh ബാറ്ററി പാക്കും വരുന്നുണ്ട്. 622 km ആണ് റേഞ്ച് വരുന്നത് കേട്ടോ. വെഹിക്കിൾ ടു ലോഡ്, വെഹിക്കിൾ ടു വെഹിക്കിൾ, 540 ഡിഗ്രി ക്യാമറ വ്യൂ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് IRVM HD വ്യൂ, റിയർ വ്യൂ സ്ക്രീൻ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ടെറൈൻ മോഡ്സും വേൾഡ്സ് ഫസ്റ്റ് ടാഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിയോ Q LED 14.5 inch സ്ക്രീനും JBL ബ്ലാക്ക് 10 സ്പീക്കർ സെറ്റപ്പും ഒക്കെ ആയിട്ട് ലോഡഡ് ആയിട്ടാണ് വരുന്നത്. 502 ലിറ്റർ ബൂട്ട് സ്പേസ് ഒക്കെ ആയിട്ട് 21.49 lakh എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി പ്രൈസിങ്ങും സ്റ്റാർട്ടിംഗ് പ്രൈസിങ്ങും ആണ്. ഇനി അങ്ങോട്ട് ഒരു 10,000 വേരിയന്റ് ടാറ്റ മോട്ടോഴ്സ് ഇറക്കും. അപ്പൊ ടോപ്പ് വേരിയന്റിന്റെ പ്രൈസിങ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 40 lakh എങ്കിലും വരും ഓൺ റോഡ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സ് ഉള്ളത് കാരണം സെൻസേഴ്സിനൊന്നും പ്രോബ്ലം വരാതിരിക്കട്ടെ. എന്തായാലും സെൻസർ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ് ടാറ്റ മോട്ടോഴ്സ്. സംഭവം അടിപൊളിയാണ്. ഹാരിയർ ഇവി ഓൾ വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവിലും വരുന്നുണ്ട്.